ഹായ് ഫ്രണ്ട്സ്, അധ്യാപകൻ ക്ലാസ്സിലെത്തിയത് 500 രൂപയുടെ നോട്ട് ഉയർത്തിപ്പിടിച്ചായിരുന്നു. നോട്ട് ആർക്ക് വേണമെന്ന് ചോദിച്ചപ്പോൾ കുട്ടികൾ ഒരേ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, എനിക്ക് വേണം, എനിക്ക് വേണം. അധ്യാപകൻ നോട്ട് കയ്യിലിട്ട് ചുരുട്ടി. ആകെ ചുളിഞ്ഞുപോയ നോട്ട് ഉയർത്തിപ്പിടിച്ച് പിന്നെയും ചോദിച്ചു, ഇനി ആർക്ക് വേണം ഈ നോട്ട്? അപ്പോഴും ഒരേ സ്വരത്തിൽ അതേ മറുപടി, എനിക്ക്, എനിക്ക്. നോട്ട് താഴെയിട്ട് പൊടിയിൽ പുരട്ടി. ആകെ മുഷിഞ്ഞിട്ടും ആ രൂപയോടുള്ള കുട്ടികളുടെ ഇഷ്ടത്തിന് ഒരു കുറവുമില്ല. അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ അവർ മറുപടി പറഞ്ഞു, മുഷിഞ്ഞാലും ആ രൂപയ്ക്ക് മൂല്യം കുറയുന്നില്ലല്ലോ. അധ്യാപകൻ ജീവിതപാഠം പകർന്നു. ഈ രൂപയോട് പുലർത്തുന്ന സ്നേഹം നിങ്ങളുടെ ജീവിതത്തോടും പുലർത്തണം. ചിലപ്പോൾ മണ്ണ് പുരണ്ടേക്കാം, അഴുക്കായേക്കാം, വേദനിച്ചേക്കാം, വലിച്ചെറിയപ്പെട്ടേക്കാം. അപ്പോഴും നിങ്ങൾ ഓർക്കണം, ജീവിതത്തിന് വലിയ മൂല്യമുണ്ടെന്ന്. ചെളി പുരണ്ടാലും നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ സ്നേഹിച്ചു കൊണ്ടേയിരിക്കണം. വേറെ ആരും സ്നേഹിക്കാനില്ലാത്തപ്പോഴും നിങ്ങളെങ്കിലും നിങ്ങൾക്ക് വേണം. അതെ, സ്വന്തത്തെ ആദരിക്കാത്തവർക്ക് മറ്റുള്ളവരെ ആദരിക്കാൻ കഴിയുന്നതെങ്ങനെ? ആത്മാദരവാണ് ലോകത്തെ മുഴുവനും ആദരിക്കുന്നതിൻ്റെ ആദ്യ ചുവട്. നല്ല രൂപം, വസ്ത്രം, സുഗന്ധം ഇതൊക്കെ പ്രധാനം തന്നെ. പക്ഷേ അതൊക്കെ പുറത്തെ കാര്യങ്ങളാണ്. അകത്തുള്ള ആളാണ് കുറച്ചുകൂടെ ആഴത്തിൽ ആദരവ് അർഹിക്കുന്നത്. മനുഷ്യരിൽ നമ്മെ ഏറ്റവും അറിയുന്നയാൾ കണ്ണാടിയിൽ നമ്മൾ കാണുന്ന ആ മനുഷ്യനാണ്. അയാളുടെ മുന്നിൽ ഒരു കുറ്റവാളിയാകാതെ ചെന്ന് നിൽക്കാൻ കഴിയണം. നാരായണൻ്റെ ഒരു ചെറുകഥയിൽ മകൾക്ക് അച്ഛൻ നൽകുന്ന ഉപദേശം അതാണ്, മോളെ, നീ ഒരിക്കലും നിന്നെ വഞ്ചിക്കരുത്. നമ്മൾ നമ്മെ അറിയാനും സ്നേഹിക്കാനും തുടങ്ങുമ്പോൾ പിന്നെ താരതമ്യങ്ങളിലൊന്നും താല്പര്യമില്ലാതാകും. അഭിമാനമുള്ളതും അഹന്തയില്ലാത്തതുമായ ജീവിതം പകരം വരും. സ്വന്തം സാധ്യതയെ തിരിച്ചറിയുമ്പോഴും ജീവിച്ചതും ജീവിക്കാമായിരുന്നതുമായ ആയുസ് തെളിഞ്ഞു വരും. അടുപ്പവും അകൽച്ചയും അഭിനിവേശങ്ങളും വിലയിരുത്തപ്പെടും. ചെളിയായാലും ജീവിതത്തെ ഉപേക്ഷിക്കാതെ, ചെളിയോടെ ജീവിതത്തെ ബാക്കി വയ്ക്കാതെ കഴുകിയെടുക്കുന്നതിലാണ് വിജയം. ആയുസ്സിൽ നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാനും തിരിച്ചു കിട്ടിയത് നഷ്ടമാകാതെ സൂക്ഷിക്കാനും നമ്മൾ വളരെ പ്രയാസപ്പെടേണ്ട കാര്യമാണ്. ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക. താങ്ക്